പക്ഷെ മൂപ്പർക്ക് പിന്നീട് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആശയപരമായ ഒരങ്കലാപ്പ് ചിലർക്കുണ്ടായപ്പോ അദ്ദേഹം കുഴപ്പമുള്ളയിടത്ത് കൊടി പിടിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മൂപ്പർക്ക് പറയാനുള്ള ഏത് ലൈസൻസ് ഇല്ലാതെ പറയാൻ പറ്റുമല്ലോ, അപ്പൊ പറ്റുന്ന കൂട്ടത്തിലാണ് മൂപ്പർ അവിടെ ഉള്ളത്. ഇപ്പൊ എന്തൊരു അത്ഭുതം എന്നറിയോ, ഇപ്പൊ മൂപ്പർ അവസാനം സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമിലും ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് പോലും ദുർബലമാണ് എന്ന് പറഞ്ഞതാ പ്രബോധനത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അത് പൂർവീകരിങ്ങനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. എന്നാൽ ഈ മനുഷ്യന് കിതാബിലുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല, നേരെ മറിച്ച് മൂപ്പർക്ക് പുതിയ അഭിപ്രായങ്ങൾ എഴുതുക എന്നുള്ള നിലക്കാണ് അദ്ദേഹം എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ഇയാള് പല ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചു. ഒരു പുതിയ ചേകനൂര് ജന്മമെടുക്കുകയാണ്. അദ്ദേഹം എഴുതി വെച്ചത് എന്താണെന്ന് അറിയാമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന ഹദീസ്. മൂത്രപ്പുരയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ആ മൂത്രപ്പുരയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം അതിന് അർത്ഥം കൊടുക്കുന്നത് ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അതാ കുറിപ്പ് കൊടുക്കുന്നു. അവിടെ മാലിന്യങ്ങളായിരിക്കും, ആ മാലിന്യങ്ങൾ ഉള്ളയിടത്ത് കൊതുകുണ്ടായിരിക്കും, കൊതുകുകളുടെ കൂട്ടത്തിൽ ആൺകൊതുകും പെൺകൊതുകും ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും ശരണം തേടലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൂപ്പര ശൈത്താൻ കൊതുക, മൂപ്പർക്ക് ശൈത്താൻ കൊതുക, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇതേപോലെ തന്നെ ജിന്നിനെ സംബന്ധിച്ച് ഖുർആനിൽ ജിന്നിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്, ഹദീസിൽ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്. ജിന്നുകളെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട്. അവരിൽ വിശ്വാസികളുണ്ട്, അവരിൽ കാഫിരീങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി തന്നിട്ടുള്ള. ഇതേപോലെ തന്നെ ജിന്നിനെ സംബന്ധിച്ച് ഖുർആനിൽ ജിന്നിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്, ഹദീസിൽ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്. ജിന്നുകളെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട്.